मार्केट है, गवर्नमेंट मार्केट है, इसमें कोई जीएसटी नहीं है, कोई टैक्स नहीं है, ऑल इंडिया होम डिलीवरी फ्री है. ഇത് കണ്ടോ, ഇത് നമ്മൾ കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചൊരു ഓട്ടോയാണ്. നമ്മളെന്നും വരുന്നത് പോലെ നമ്മുടെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറി കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷനിലെത്തി അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ കുത്തബ് മിനാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പുള്ളിക്ക് അവിടെ നിന്ന് ഒരു കൂപ്പണോ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാണ് നമ്മളെ കൊണ്ടുവന്നത് കേട്ടോ ഇവിടെ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയാണ്, കുത്തബ് മിനാറിലേക്കുള്ള വഴി തന്നെയാണ് ഈ ഒരു മാർക്കറ്റും. ഫേമസ് മാർക്കറ്റാണ്, ഹോം ഡെലിവറി ഫ്രീ ആണ്, ഭയങ്കര ചീപ്പ് റേറ്റിലൊക്കെ സാധനങ്ങളും ക്ലോത്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ. ശരിക്കും നമ്മുടെ കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുത്തബ് മിനാറിലേക്ക് പോകാൻ ഏകദേശം ഒരു 3.5 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. പക്ഷേ മറ്റുള്ള സ്ഥലത്തേക്ക് അപേക്ഷിച്ച് ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും മൊത്തം 40 രൂപ പുള്ളി പറഞ്ഞുള്ളൂ. നമ്മളെ ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് അവിടം വരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് 40 രൂപ പറഞ്ഞുള്ളൂ. പക്ഷേ പുള്ളിയുടെ കണ്ടീഷൻ നമ്മൾ ആ മാർക്കറ്റിലൊന്ന് കയറണം, അതേ ഉള്ളൂ. സംഭവമൊന്നുമില്ല, ഇതെല്ലാം കമ്മീഷൻ്റെ പരിപാടിയാണ്. നമ്മളെ അവിടെ കൊണ്ടു തന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു 1/2 ലിറ്റർ എന്തോ ഗ്യാസിൻ്റെ CNGയുടെ കൂപ്പൺ കിട്ടും. അത് അവർക്ക് ഫ്രീ ആയിട്ട് ഫില്ല് ചെയ്യാം, അത്രയേ ഉള്ളൂ സംഭവം. നമ്മളവിടെ പോയി വെറുതെ വേറെ ഒന്നുമില്ല, ചുമ്മാ കുത്തബ് മിനാർ ഇറങ്ങുന്ന എല്ലാവരും ഇവരവിടെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് ഒരു സംഭവമില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കിയേക്കുക, നേരെ കുത്തബ് മിനാറിലോട്ട് പോവാം. ഇത് നമ്മൾ കുത്തബ് മിനാറിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തി കേട്ടോ. ഓൺലൈൻ വഴി ട്രൈ ചെയ്തു, 35 രൂപയായിരുന്നു ഒരാൾക്ക്. പക്ഷേ ഓൺലൈൻ കിട്ടാത്തതുകൊണ്ട് ഡയറക്റ്റ് വന്നു, 40 രൂപ ഡയറക്റ്റ് വരുമ്പോൾ. എന്തായാലും ഇവിടെ നോക്കട്ടെ. ഇതാണ് നമുക്ക് ഇതിനകത്ത് കയറാനുള്ള ടിക്കറ്റ്. അവരൊരു സെൻസറിനകത്ത് വെച്ച് ചാർജ് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ നമ്മൾ കാർഡ് വഴി എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് 35 രൂപയുള്ളൂ. കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ആണെങ്കിൽ നമുക്ക് 40 രൂപ വെച്ച് ടിക്കറ്റ്. ഓൺലൈനിൽ 35 കാണിച്ച്, പക്ഷേ ഓൺലൈൻ കിട്ടിയില്ല. നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് 35 രൂപയ്ക്ക് നമുക്ക് ഒരാൾക്ക് കിട്ടി. ടിക്കറ്റ് എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ അതേക്ക് കയറാം. അപ്പോൾ അവർ വേറെ ബാഗും കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് ചെക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്തങ്ങ് വിടുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു മെറ്റൽ ഡിറ്റക്ടർ വെച്ചൊരു ചെക്കിങ് മാത്രമേ ഉള്ളൂ, വേറെ ഹെവി ചെക്കിങ്ങോ പരിപാടികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറി വരുന്നത് ഇതുപോലൊരു ഗേറ്റാണ് കേട്ടോ. 2 സൈഡിലിൻ്റെ കരിങ്കല്ല് പോലെ കല്ലൊക്കെ വെച്ച് കെട്ടിയ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കയറി ഇങ്ങോട്ട് നേരെ വരുന്നത്. അപ്പോൾ അത് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കുത്തബ് മിനാറിൻ്റെ ആ തലയെടുപ്പോട് നിൽക്കുന്ന ഒരു വ്യൂ, ഒരു അടിപൊളി വ്യൂ നമുക്ക് ഈ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ കാണാൻ കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ലൈറ്റും അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് നമ്മുടെയൊക്കെ കേരളത്തിൽ ഒരു 5 മണി 5:30 സമയത്ത് ഒരു ഇതാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു 7 മണി കഴിഞ്ഞ് 7:15 കേട്ടോ. ഈ ഒരു സമയത്തും ഇവിടെ ഫുള്ള് ലൈറ്റായിട്ട് തെളിഞ്ഞ് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അത് ഈ കുത്തബ് മിനാർ മാത്രമല്ല, നമ്മൾ ഡൽഹിയിൽ എവിടെ പോയാലും ഇതേ ഒരു കാലാവസ്ഥയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ നമ്മുടെ കുത്തബ് മിനാർ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ, മറ്റുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ പോലെ അവധി ദിവസങ്ങളൊന്നുമില്ല, എല്ലാ ദിവസവും ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ടൈമിംഗ് വരുന്നത് രാവിലെ ഒരു 7 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെയാണ് എൻട്രൻസ് ഉള്ളത്. നമുക്ക് 8 മണിക്ക് എൻട്രൻസ് കഴിഞ്ഞാലും നമുക്കൊരു 9 മണി വരെയൊക്കെ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാം. ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ കണ്ട് ഇതിനകത്ത് നിൽക്കാം കേട്ടോ. ഇവിടെ അധികം മലയാളികളെ ഒന്നും കാണാനില്ല കേട്ടോ. ഇവിടെയും കൂടുതലും നോർത്ത് ഇന്ത്യൻസും പിന്നെ ഇവിടെയൊക്കെയുള്ള ലോക്കൽ ആൾക്കാരും ഒക്കെയാണ്. നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും, ഒരു 90% ഉള്ളത് കേട്ടോ. ഇത് വൈകുന്നേരം ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കിളികളുടെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാൻ കേട്ടോ. നല്ല കിളികളുടെ സൗണ്ട്. ഇവിടെ ഒത്തിരി മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. നല്ല കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇത് ഈ സ്പോട്ട് നമ്മുടെ കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഈ ഒരു സ്പോട്ട് ഒരു അടിപൊളി ഒരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഈ കുത്തബ് മിനാറിൻ്റെ ഫുൾ ഫ്രെയിം കിട്ടുന്ന രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ കൂടുതൽ ആൾക്കാർ, നമ്മളും ഫോട്ടോ എടുത്തോട്ടെ. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളും പോയി ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന കേട്ടോ. ഇവിടെ ഐഫോണിൽ 20 രൂപ വെച്ച് നമ്മൾ മേടിക്കുന്നുണ്ട്. എത്ര? 20, 40 രൂപ, കൊച്ചിന് 10 രൂപ കേട്ടോ. ഇത് ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് നേരെ ഇനി അകത്തേക്ക് ഈ കാണുന്ന കുത്തബ് മിനാറിൻ്റെ തൊട്ടടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ടൈം മാറി വരുന്നതോറും ആളുകൾ ഒത്തിരി പേര് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വഴി അകത്തേക്ക് കയറി ഈ കുത്തബ് മിനാറിൻ്റെ തൊട്ടടുത്ത് പോയി അകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്തും ഫോട്ടോയിലും റീൽസിലും വീഡിയോസിലും ഒക്കെ പലതായിട്ട് നമ്മൾ ഈ കുത്തബ് മിനാറും അതുപോലുള്ള താജ്മഹലും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്ത് വന്നൊന്ന് നേരിട്ട് കാണണമെന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിത് കുത്തബ് മിനാറിൻ്റെ മുന്നിലാണ് കേട്ടോ നിൽക്കുന്നത്. എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കാണാം നെഡ് നീളത്തിൽ നിൽക്കുന്ന കുത്തബ് മിനാർ. നമ്മൾ വന്ന ഇച്ചിരി ലേറ്റായിപ്പോയി. നമ്മൾ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി വന്നത്, അതുകൊണ്ട് കുറച്ച് വൈകുന്നേരം വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ലൈറ്റ് ഷോ 8 മണിക്ക് തുടങ്ങത്തുള്ളൂ. 7:30 കഴിയുമ്പോഴത്തേക്ക് തുടങ്ങുമെന്ന് പറയും. നമ്മളത് കാണാൻ വേണ്ടി കയറി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ പണ്ടത്തെ പാഠപുസ്തകങ്ങളിൽ കണ്ട പടത്തിൽ കണ്ട കുത്തബ് മിനാർ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുമുണ്ട്. അതിൻ്റെ തൊട്ടടുത്തേക്ക് നടന്നു പോവുകയാണ് കേട്ടോ. സൗത്ത് ദില്ലിയിലെ മെഹ്റോളിയിലാണ് നമ്മുടെ ഈ കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിലുള്ള ഒരു പൈതൃക സ്മാരകമാണ് കുത്തബ് മിനാർ.
72.5 മീറ്റർ, അതായത് 237.8 അടി ഉയരമാണ് കേട്ടോ നമ്മുടെ ഈ കുത്തബ് മിനാറിനുള്ളത്. 5 നിലകളാണ് കേട്ടോ നമ്മുടെ ഈ കുത്തബ് മിനാറിനുള്ളത്. ഇതിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് 399 പടികളാണ് കേട്ടോ ഉള്ളത്. പക്ഷെ നമുക്കിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. അതിൻ്റെ കാരണം പണ്ടെപ്പോഴോ ഈ ഒരു കുത്തബ് മിനാറിനകത്ത് തിക്കിലും തിരക്കിലും പെട്ട് കുറേ കുട്ടികൾ മരിച്ചിട്ടുണ്ട്, 25ഓളം കുട്ടികൾ. അതിനുശേഷമാണ് കേട്ടോ ഈ കുത്തബ് മിനാറിൻ്റെ മുകളിലേക്കുള്ള പ്രവേശനമൊക്കെ സ്റ്റോപ്പ് ചെയ്തത്. നമ്മൾ ഈ കാണുന്ന ഭാഗം സീസൺ സമയത്തൊക്കെ വരുമ്പോൾ ഒരുപാട് ചിത്ര പ്രദർശനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഭാഗമാണ് കേട്ടോ. നമ്മുടെ ഈ കുത്തബ് മിനാറിൻ്റെ ചുവരുകളിലൊക്കെ അറബി വാചകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലത്തെ 2 നിലകളൊഴികെ അതിൻ്റെ താഴേക്കുള്ള ബാക്കിയെല്ലാം ചുവന്ന നിറത്തിലുള്ള മണൽക്കല്ലുകൾ ഉപയോഗിച്ചാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലത്തെ 2 നിലകൾ വെണ്ണക്കല്ല് കൊണ്ടാണ് പണിഞ്ഞിരിക്കുന്നത്. 1999 കാലഘട്ടത്തിലാണ് നമ്മുടെ കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മിനാറാണ് കേട്ടോ കുത്തബ് മിനാർ. ഡൽഹിയിലെ ഗോറി സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. AD 1999 കുത്തബ്ദീൻ ഐബക്ക് ആയിരുന്നു നമ്മുടെ ഈ കുത്തബ് മിനാറിൻ്റെ ആദ്യ നിലയുടെ പണി കഴിപ്പിച്ചത്. കുത്തബ് മിനാറിൻ്റെ ആദ്യത്തെ നിലയുടെ പണി പൂർത്തിയായപ്പോഴേക്കും നമ്മുടെ ഈ കുത്തബ്ദീൻ ഐബക്ക് മരണപ്പെട്ടിരുന്നു. കുത്തബ്ദീൻ ഐബക്കിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഇതിൻ്റെ ബാക്കി പണികളൊക്കെ പൂർത്തിയാക്കിയത്. 1229ഓടെയാണ് അദ്ദേഹത്തിൻ്റെ മരുമകൻ ഇൽത്തുമിഷ് ബാക്കി പണികളൊക്കെ പൂർത്തീകരിച്ചത്. കുത്തബ് മിനാർ കോംപ്ലക്സിലെ കുത്തബ് മിനാർ കഴിഞ്ഞാലുള്ള അടുത്തൊരു പ്രധാന നിർമ്മിതിയാണ് കൂവത്തുൽ ഇസ്ലാം മോസ്ക്. ഗ്രേറ്റ് മോസ്ക് ഓഫ് ഡൽഹി എന്നും അതുപോലെ കുത്തബ് മോസ്ക് എന്നും ഇതിന് മറ്റ് ചില പേരുകളുമുണ്ട് കേട്ടോ. ഈ ഒരു മോസ്ക് കാണുമ്പോൾ നമുക്ക് ഒരു പുരാതന ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ലുക്കൊക്കെയാണ് കേട്ടോ ഉള്ളത്. 1193 കുത്തബ്ദീൻ ഐബക്ക് ഈ ഒരു ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മുഹമ്മദ് ഗോറിയുടെ ഡൽഹി അധിനിവേശ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഹിന്ദു ദേവാലയങ്ങളുടെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാരുടെ ഇടയിൽ ഇപ്പോഴും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു മോസ്കിനെ പറ്റി. ഹിന്ദു ദേവാലയം തകർത്താണ് ഈ മോസ്ക് പണിതതെന്ന് ഇപ്പോഴും പലരും വാദിക്കുന്നുണ്ട്. ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ മോസ്ക് നിർമ്മിച്ച സമയത്ത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ആരാധനാലയമായിരുന്നു ഈ ഒരു മോസ്ക്. ഈ ഒരു മോസ്കിനകത്തേക്ക് വരുമ്പോൾ ഈ തൂണുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഹിന്ദു ദേവാലയത്തിൻ്റെ ചുറ്റമ്പലം പോലെയാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. ഡൽഹിയിലെ മുസ്ലിം അധിനിവേശ കാലത്ത് അന്നുണ്ടായിരുന്ന ഹിന്ദു ദേവാലയങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു മോസ്ക് നിർമ്മിച്ചതെന്നും ഇപ്പോഴും പലരും അവകാശപ്പെടുന്നുണ്ട്. AD 5-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ പണി കഴിപ്പിച്ച 6 ടൺ ഭാരമുള്ള ഇരുമ്പ് തൂണാണ് ഈ കാണുന്നത്. ഇസ്ലാമിക വാസ്തുശില്പ ശൈലിയുടെ പ്രൗഢി വിളിച്ചോതുന്ന നിരവധി കാഴ്ചകൾ ഈ കെട്ടിടത്തിനുള്ളിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കുത്തബ് മിനാറിൻ്റെ എനിക്കറിയാവുന്നതും അറിയാൻ സാധിച്ചതുമായിട്ടുള്ള കഥകൾ. ഈ ഒരു മോസ്കിൻ്റെ ചുറ്റും നമുക്ക് നോക്കുമ്പോൾ എല്ലാം കാണുന്നത് പണി തീരാത്ത പൂർണ്ണതയില്ലാത്ത കുറേ ബിൽഡിങ്ങുകളും പകുതി വെച്ച് പണി നിർത്തിയ കുറേ ഭിത്തികളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിത് വൈകുന്നേരം വന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിനകത്ത് എടുക്കാൻ പറ്റി കേട്ടോ. പക്ഷേ പകൽ വരുമ്പോൾ അതിന് വേറൊരു ലുക്കായിരിക്കും. ഒരു വട്ടമെങ്കിലും നമ്മൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളെപ്പോഴും കുത്തബ് മിനാറിൻ്റെ ഫോട്ടോകളിലും വീഡിയോകളിലും ഒക്കെ കണ്ടിട്ടുള്ളത് ഈ കാണുന്ന ഒരു രൂപം മാത്രമാണ്, കുത്തബ് മിനാറിൻ്റെ ഈ തലയെടുപ്പോട് നിൽക്കുന്ന ഈ ഒരു രൂപം. പക്ഷേ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ആ പള്ളിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് വന്ന് കാണുമ്പോൾ ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമുക്ക് സമ്മാനിക്കുന്നത്. വൈകുന്നേരം ഏകദേശം ഒരു 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഇതിൽ ഹിന്ദിയിലാണ് കേട്ടോ എഴുതി കാണിക്കുന്നതും കാര്യങ്ങളും എല്ലാം. ഹിന്ദി അത്ര നല്ലപോലെ വായിക്കാൻ അറിയാത്തതുകൊണ്ട് വണ്ടർ അടിച്ചിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷിലും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിനെക്കുറിച്ചൊരു ഹിസ്റ്ററിയുടെ സ്റ്റോറി പറയുന്നുണ്ട്. അതെന്തായാലും നല്ല ഹിന്ദി തന്നെ പറയുന്നത്. വലുതായിട്ടൊന്നും മനസ്സിലായില്ല. മനസ്സിലാവാത്തതിൻ്റെ കാരണം നമ്മുടെ മലയാളത്തിൽ കഥകൾ പറയുന്ന പോലെയല്ല നമ്മുടെ സംസാര ഭാഷ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഹിന്ദി നമ്മൾ സംസാര ഭാഷ പോലെയല്ല, ഇത് പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. എന്തായാലും ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. ശരിക്കും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ഡൽഹിയിൽ കൂടുതലുമുള്ള കാഴ്ചകൾ. അതിൽ കൂടുതൽ ചരിത്ര സ്മാരകങ്ങളും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. അപ്പോൾ ഡൽഹി യാത്ര ഒരു വലിയ യാത്രയായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴാണ് അതൊരു ഹെവി ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആവുന്നത്. നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ പ്ലാൻ ചെയ്യാവുന്നൊരു യാത്രയേ ഉള്ളൂ ഡൽഹി യാത്ര.
ഞാൻ വന്നത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് നിന്ന് നമ്മുടെ ഫസ്റ്റ് ഡൽഹി യാത്ര തുടങ്ങിയെന്നൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക. അതിനകത്ത് ട്രെയിൻ ടിക്കറ്റും ചിലവും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട്, ടൈമിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1000 രൂപയ്ക്ക് നമുക്ക് കൊല്ലത്ത് നിന്ന് ഡൽഹിയിലെത്താം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണാത്തവർ പോയി കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കണ്ട. താങ്ക്